നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വാട്ട് എ മാച്ച്, വാട്ട് എ ഹൈ ഡ്രാമ, വാവ് ത്രില്ലർ, ആബ്സല്യൂട്ട് ത്രില്ലർ. ആരെങ്കിലും ഈ കളി കാണാതെ പോയിട്ടുണ്ടെങ്കിൽ വമ്പൻ നഷ്ടമാണേ. കൃണാൽ പാണ്ഡ്യയുടെ ഹീറോയിക്സ്, അദ്ദേഹത്തിൻ്റെ കിടിലൻ ഇന്നിങ്സ്, വേദന സഹിച്ചുകൊണ്ട് അദ്ദേഹം ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി നോക്കിയത് സംഭവബഹുലമായിരുന്നു. അവിടെ ഒരു ക്യാച്ചിലുള്ള ശ്രമം കൺഫ്യൂസിംഗ് ആയിട്ട് തിലക് വർമ്മ എടുക്കാതെ പോയത്, പിന്നാലെ തിലക് വർമ്മയുടെ കിടിലൻ ക്യാച്ച്, അതൊക്കെ കഴിഞ്ഞ് അവസാന ഓവറിൽ 15 റൺസ് ഡിഫെൻഡ് ചെയ്യണം, 14 റൺസ് ഡിഫെൻഡ് ചെയ്യണം. ജയിക്കാൻ വേണ്ടത് RCBക്ക് 15 റൺസ്. ഓവർ എറിഞ്ഞത് രാജ് ഭവ. അദ്ദേഹത്തിന് തുടക്കത്തിൽ തന്നെ പിഴക്കുന്നു. എക്സ്ട്രാസ് വരുന്നു. എക്സ്ട്രാസ് എന്ന് പറഞ്ഞാൽ ആദ്യം വൈഡ് എറിഞ്ഞ് തുടങ്ങുന്നു, അടുത്ത പന്ത് കിടിലൻ ബോളായിരുന്നു, പക്ഷെ നോ ബോളായിട്ട് മാറുന്നു, പിന്നെ സിംഗിൾ മാത്രം, അടുത്തത് 2 റൺസ് പോകുന്ന വൈഡ്, പിന്നെ ഒരു ഡോട്ട് ബോൾ, അതിനുശേഷം റൊമാരിയോ ഷെഫേർഡിൻ്റെ വിക്കറ്റ് എടുക്കുന്നു. അപ്പോൾ അവിടെ തീരുവെന്ന് കരുതി പിന്നാലെ വൈഡ്, ഭുവനേശ്വർ കുമാറിൻ്റെ സിക്സർ, അങ്ങനെ വാട്ട് എ മാച്ച്. പിന്നെ ഒരു സിംഗിൾ വരുന്നു, അവസാനം റഷീഖ് സലാം അത് നേരെ ബൗളറുടെ കൈകളിലേക്ക് വന്നതാണ്, പക്ഷെ അത് കവർ ചെയ്യാൻ പറ്റിയില്ല. ഡബിൾ ഓടുന്നു, റണ്ണൗട്ടിനുള്ള ശ്രമം, ബാറ്റ് കയ്യിൽ നിന്ന് പോയോന്ന് അമ്പയർക്ക് സംശയം. എല്ലാം കൂടി ത്രില്ലർ അതിൻ്റെ ഏറ്റവും പാരമ്യതയിൽ നമ്മൾ കണ്ടൊരു പോരാട്ടം. ഒടുവിൽ അവസാന പന്തിൽ ജയിച്ച് കയറി RCB. 2 വിക്കറ്റിൻ്റെ വിജയം. റിസൾട്ട് 2 വിക്കറ്റിൻ്റെ ജയം RCBക്ക് അനുകൂലമായതോടെ മാത്തമാറ്റിക്കലി MI പുറത്തായി. പ്രാക്ടിക്കലി നേരത്തെ പുറത്തായതാണ്. ഇനി എന്തെങ്കിലും സാധ്യത മാത്തമാറ്റിക്കലി ഉണ്ടോ എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതും ഇല്ലാതായി. ഇനി ഒരിക്കലും അവർക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല. MI ഈസ് എലിമിനേറ്റഡ്. 11 കളി 6 പോയിൻ്റ് പുറത്തായി. അതേസമയം RCB ഈ ഒരു വിജയത്തോടു കൂടി 1ാം സ്ഥാനത്തേക്കാണ് ഉയർന്നിരിക്കുന്നത്. 11 കളി 14 പോയിൻ്റ്. SRHനും GTക്കും അതുപോലെ തന്നെയുണ്ട്. പക്ഷേ +1.103 നെറ്റ് റൺ റേറ്റോടെ RCB 1ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു. ഇപ്പോൾ PBKS 10 കളി 13 പോയിൻ്റോടെ നിൽക്കുന്നു. CSK 11 കളി 12 പോയിൻ്റ്. RR 11 കളി 12 പോയിൻ്റ്. വലിയ രൂപത്തിൽ 4ാം സ്ഥാനത്തിനായിട്ടുള്ള പോരവിടെ മുറുകുകയും ചെയ്യുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതാ കളി മാറിയിരിക്കുന്നു. ഈ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റിന് 166 റൺസാണ് അടിച്ചത്. അവരുടെ ഇന്നിങ്സിൽ റിക്കിൾട്ടൺ 2 റൺസിന് മടങ്ങിയിരുന്നു. ഭുവനേശ്വർ കുമാർ തുടക്കത്തിൽ ആഞ്ഞടിച്ചു. അതിൻ്റെ ഫലമായിട്ട് റിക്കിൾട്ടൺ 2 റൺസ്. ഭുവി തന്നെയാണ് രോഹിത് ശർമ്മയെ മടക്കിവിട്ട് 2 6ഉം 2 4ഒക്കെ അദ്ദേഹം അടിച്ചിരുന്നു. പക്ഷേ 10 പന്തിൽ 22 റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി. സൂര്യയുടെ മോശം ഫോം തുടരുന്നു. ഭുവനേശ്വർ കുമാർ ഗോൾഡൻ ഡെക്കാക്കിയിട്ടും മടക്കി വിടുന്നു. ഭുവി പൊളിച്ചടുക്കി. നമാൻതിർ നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്തു. 32 പന്തുകൾ 5 4 2 6 അടക്കം 47 റൺസ്. തിലക് വർമ്മ 42 പന്തുകൾ 3 4 2 6 അടക്കം 57 റൺസ്. വിൽ ജാക്സ് 10, രാജ് ഭവ 16. അങ്ങനെ അവരുടെ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ 166 റൺസ് മാത്രമാണ് മുംബൈ ഇന്ത്യൻസ് അടിച്ചിരുന്നത്. ബൗളിങ്ങിൽ ഭുവി തന്നെയാണ് ഹീറോ ആയത്. 4 ഓവറിൽ 23 റൺസ് അദ്ദേഹം 4 വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിങ്ങിൽ വിരാട് കോഹ്ലിയെ ഗോൾഡൻ ഡെക്കാക്കുന്നു. ദീപക് ചാഹറിൻ്റെ പന്തിൽ രാജ് ഭവ കിടിലൻ ഒരു ക്യാച്ചിലൂടെ പുറത്താക്കിയായിരുന്നു. ബത്തൽ ഒരു ഭാഗത്ത് നിൽക്കുന്നു, പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു മികവിൽ ബാറ്റ് ചെയ്യാൻ പറ്റില്ല. തുടക്കത്തിൽ 2 സൂപ്പർ 4കൾ അദ്ദേഹം അടിച്ചിരുന്നേ, പക്ഷെ പിന്നീട് ആ ടച്ച് അതുപോലെ കൊണ്ടുപോകാൻ പറ്റിയില്ല. ദേവദത്ത് പടിക്കൽ 11 പന്തുകൾ 12 റൺസ്. പട്ടിദാർ 8 പന്തുകൾ 8 റൺസ്. ജേക്കബ് ബത്തൽ 27 പന്തുകൾ 27 റൺസ്. എന്നാൽ കൃണാൽ പാണ്ഡ്യ ഒരു ഭാഗത്തു നിന്ന് തൻ്റെ ടീമിനായിട്ട് എല്ലാം സമർപ്പിച്ച് പോരാടുന്ന കാഴ്ച, ക്രാമ്പ് വന്നിട്ടും വേദനയുണ്ടായിട്ടും അദ്ദേഹം ബാറ്റിംഗ് തുടരുന്ന കാഴ്ച. ജിതേഷ് ശർമ്മ 12 പന്തുകൾ 18 റൺസ്. ടിം ഡേവിഡ് ഗോൾഡൻ ഡെക്കായി. കോർവിൻ ബോഷിൻ്റെ ബോളിൽ അത് കീപ്പർ ക്യാച്ചായിരുന്നു. ബാറ്റിൻ്റെ ബോട്ടത്തിലാണ് ആ ഒരു ബോൾ ഉരഞ്ഞത്. അങ്ങനെ കൃണാൽ പാണ്ഡ്യ പക്ഷേ ഒടുവിൽ അല്ലാ ഗസൻഫറുടെ പന്തിൽ തിലക് വർമ്മ കിടിലൻ ക്യാച്ച് ബൗണ്ടറി ലൈനിൽ അപ്പുറത്തേക്ക് ചാടി ഇപ്പുറത്തേക്ക് വന്ന് ക്യാച്ച് എടുത്തു. അതിനു മുമ്പ് ഇതേപോലെ തന്നെ നമാൻതിറും തിലകും തമ്മിലുള്ളൊരു ആശയക്കുഴപ്പത്തിൽ ആ ക്യാച്ച് നഷ്ടപ്പെട്ടിരുന്നു. ഒടുവിൽ എന്തായാലും അത് ക്യാച്ച് എടുത്തു തിലക് വർമ്മ. കൃണാൽ പാണ്ഡ്യയെ മടക്കി വിട്ടു. അപ്പം ഒരു ആശങ്കയിലേക്ക് പോയതാണ് RCB. ജയിപ്പിക്കുമെന്ന് കരുതിയ റൊമാരിയോ ഷെഫേർഡിന് ടച്ച് കിട്ടിയില്ല. അദ്ദേഹം രാജ് ഭവയുടെ അവസാന ഓവറിൽ 4 റൺസുമായിട്ട് മടങ്ങുന്നു. പക്ഷേ രാജ് ഭവ നിർലോഭം
എക്സ്ട്രാസ് വഴങ്ങുക കൂടി ചെയ്തതോടെ പിന്നെ ഭുവിയുടെ ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിക്സർ കൂടി വന്നതോടെ അവസാന പന്തിൽ റഷീഖ് സലാംദാർ ഡബിൾ ഓടി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. ഏതായാലും തകർപ്പൻ ത്രില്ലർ പോരാട്ടം നമ്മൾ കണ്ടു. RCB ഒന്നാം സ്ഥാനത്തേക്ക്, മുംബൈ ഇന്ത്യൻസ് ഇതാ എലിമിനേറ്റഡ് ആയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.